ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിൽ വഴട്ടലോ പിടിക്കലോ ഒന്നുമില്ല, എല്ലാം കൂടെ ജസ്റ്റ് ഒരു കുക്കറിലേക്ക് ഇടുക, വിസിലടിപ്പിക്കുക. സംഭവം നമുക്ക് കറി റെഡിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കടലയുണ്ട്, കറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു കപ്പ് കടലയുണ്ട് വീർത്ത് വന്നപ്പം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സവാള, ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ്, ഒരു 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു വലിയൊരു വെളുത്തുള്ളിയുടെ ഒരല്ലി, ഇത്രയാണ് ചേർക്കുന്നത്. കാരണം കറി ഇച്ചിരി അല്ലേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് തീരെ ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കടലക്കറിയിൽ ഇങ്ങനെ ഉരുളക്കിഴങ്ങൊന്ന് ഇട്ടെടുക്കുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കിയോ. സ്ഥിരം അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം, അവരെല്ലാം ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കിഴങ്ങ് കൂടി ഇട്ട് കഴിയുമ്പം ആ കടലക്കറിക്ക് വരുന്നത്. കിഴങ്ങ് കൂടാൻ പാടില്ല, കുറച്ച് നിൽക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിടുന്നുണ്ട്. ഇനി മസാലപ്പൊടികളെല്ലാം നമ്മൾ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയുള്ളൂ, വേറെ സെപ്പറേറ്റ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കടല വേവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും ഏകദേശം ഒരു ടീസ്പൂണ് 1.5 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയും സെയിം മുളക് പൊടിയുടെ അത്രയും അളവ് തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കടല നല്ലോണം വേവുന്നിടം വരെ നമ്മൾ വേവിക്കാൻ വെക്കണം. അപ്പം ഞാനിവിടെ ഒരു 8-9 വിസിൽ ഒക്കെ കേൾപ്പിക്കാറുണ്ട് കടലയ്ക്ക് വേവാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് കടല നല്ലതായിട്ട് വെന്ത് കിട്ടുന്ന ഇഷ്ടം. അപ്പം ഞാൻ ഏകദേശം അത്രയും വിസിൽ കേൾപ്പിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിന് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ചിരവി എടുക്കുന്നവർ ചിരവി എടുത്തു കേട്ടോ. ഞാനിതിപ്പം എളുപ്പത്തിന് ഇങ്ങനെ കുത്തിയെടുക്കുക ചെയ്യുന്നത്, അതാകുമ്പോൾ എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് അങ്ങ് അരച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഞാനൊരു തേങ്ങയുടെ ഒരു അരമുറി ഭാഗം എടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി ഇതിനകത്തുനിന്ന് പകുതി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഒരു പകുതി തേങ്ങയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഒരു ടീസ്പൂണ്, ഒരു ടീസ്പൂണില്ല, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ അരപ്പിലേക്ക്. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണേ. വേറെ എക്സ്ട്രാ കൂട്ടുകളൊന്നും ആ അരപ്പിലേക്ക് ചേർക്കണ്ട. ഇനിയിപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് വറുക്കാൻ വെക്കുക. അപ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് മസ്റ്റായിട്ട് ചെറിയുള്ളി വേണം കേട്ടോ. ചെറിയുള്ളി ഇല്ലാതെ ഇത് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പോൾ കടുക് വറുക്കാൻ നല്ലോണം ചെറിയുള്ളി ഇടണം. ഉണക്കമുളകും ഇട്ടിട്ടുണ്ട്. ഈ ചെറിയുള്ളിയുടെ ടേസ്റ്റാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ചെറിയുള്ളി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതൊന്ന് ചുവക്ക മൂക്കുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം. ഈ ചെറിയുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് തട്ടിക്കൊടുക്കുക ചെയ്യുള്ളേ. അപ്പോൾ കടലയെല്ലാം എന്താ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവുമല്ലോ അപ്പോഴത്തേന്. അപ്പോൾ ആ കിഴങ്ങൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് തവിയിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതിലേക്ക് ഈ കടുക് വറുത്ത ഈ കൂട്ടിലേക്ക് നമ്മുടെ കടലക്കറി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി നല്ലോണം ഒന്ന് തിളപ്പിക്കുക. അവസാനം ഒരിച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കുക. സത്യം പറഞ്ഞാൽ പണി കഴിഞ്ഞു. ഞാനിതിപ്പം ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കടലക്കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പുട്ടിൻ്റെ കൂടെ ഒക്കെ ഓരോരുത്തർക്ക് അവർക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം, അതിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഞാൻ അരച്ച് വെച്ചതാണ്ട് തേങ്ങാക്കൂട്ടൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തോണേ. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണം കറി. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടലയുടെ കൂടെ ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് ഗ്രേവി ആക്കുന്നില്ല. പുട്ടിൻ്റെ ഒക്കെ കൂടെയാണ് ഞാൻ ഒരിത്തിരിയും കൂടെ ഗ്രേവി ആക്കി എടുക്കുവേ. അപ്പോൾ ഈ സമയം ഉപ്പെല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തോളുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആവശ്യത്തിന് വേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കണേ.
ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മളിതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗരം മസാല ഉള്ളവർ ഗരം മസാല ചേർക്കാം. ഞാനിപ്പോൾ എല്ലാത്തിനകത്തും ഈ ഒരു എവറസ്റ്റിൻ്റെ കിച്ചൺ കിങ് മസാല ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് ചേർത്ത് കഴിയുമ്പോൾ കറികൾക്കൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ എല്ലാത്തിലും ഗരം മസാലയ്ക്ക് പകരം ഞാൻ ഈ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈവൻ ചിക്കൻ കറി വരെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഒരു പ്രത്യേക രുചിയാണ് ഇത് ചേർക്കുമ്പോൾ കറിക്ക് വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ലാത്തവരൊന്ന് വാങ്ങിച്ച്, ഈ എവറസ്റ്റിൻ്റെ ഞാൻ വേറെ ഒന്നിൻ്റെ വാങ്ങിച്ച് നോക്കിയിട്ടില്ല കേട്ടോ, എവറസ്റ്റിൻ്റെ മാത്രമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ കിച്ചൺ കിങ് മസാല ഒന്ന് വാങ്ങിച്ച് കറിക്കൊന്ന് ഇട്ട് നോക്കിയോ, ടേസ്റ്റ് ഒന്ന് വേറൊരു ലെവലിലേക്ക് പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഇത് കിച്ചൺ കിങ് വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഗരം മസാല ഉള്ളവർ ഗരം മസാല ചേർത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നല്ലതാണ്, വേണ്ടവർ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. കടലക്കറി റെഡിയായി. ഇനി ഇതിലേക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലയും കൂടെ തൂവി എടുക്കാവേ. അപ്പം വീണ്ടും വേറൊരു വീഡിയോ കാണാം. ബൈ.